പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക. അല്ലാഹുവേ, നീ തന്ന നിഅമത്തുകൾ അങ്ങനെ നിലനിർത്തി തന്നാലും മതി റബ്ബേ. ഇപ്പം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, പലർക്കും ജീവിതം അങ്ങനെ പോണുണ്ട്. ഒരു സുഖേട് വന്നാൽ തീരാവുന്ന സന്തോഷം എനിക്ക് ഉങ്ങൾക്കുള്ളും. ഒരു പരിശോധനയിൽ തെളിയുന്ന ഒരു ചെറിയ കരട് മതി നിങ്ങളെയും ജീവിതം അസ്വസ്ഥമാക്കാൻ. അതുകൊണ്ട് നാഥാ, നീ എനിക്ക് എന്റെ ജീവിതത്തിൽ ആ ഒരു സമാധാനം നീ എനിക്ക് നൽകണേ റബ്ബേ എന്ന് ഓരോ സെക്കൻഡും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. രണ്ടാമതായി റബ്ബിന്റെ ഓർമ്മപ്പെടുത്തൽ, നീ ചോദിക്കണം വതഹവ്വുലി ആഫിയതിക. നിന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോകുന്നതിൽ നിന്ന് നീ അള്ളാഹുവിനോട് കാവലിനെ തേടണം. കാരണം ഹിദായത്ത് തന്നാൽ, ഇസ്ലാം എന്ന അനുഗ്രഹം റബ്ബ് തന്നാൽ, പിന്നെ റബ്ബിന്റെ അരികിലുള്ള ഏറ്റവും വലിയ അനുഗ്രഹം ഒരു നല്ല ആഫിയത്ത, ഒരു ആരോഗ്യം നഷ്ടപ്പെട്ട പിന്നെ നമുക്ക് ഈ ദുനിയാവിൽ സമാധാനത്തോടെ ജീവിക്കാനുള്ള വകുപ്പുണ്ടാവൂല. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നുണ്ട്, അള്ളാഹ് അടിമകൾക്ക് കൊടുക്കുന്ന ആരോഗ്യം അള്ളാഹ്ക്ക് ഏത് സെക്കൻഡും തിരിച്ചെടുക്കാൻ സാധിക്കുമെങ്കിൽ ആ ആരോഗ്യം മനുഷ്യനെ എത്രമാത്രം അവനത് മഹത്വമായിരുന്നു എന്നറിയണേ. കിടന്ന കിടപ്പിൽ 4 ദിവസം കിടന്നാ മതി. ആ കിടന്ന കിടപ്പിൽ നമ്മളെ പുറം പൊട്ടാൻ തുടങ്ങും. വേറൊന്നും ചെയ്യണമെന്നില്ല. ആ കിടന്ന കിടപ്പിൽ നമുക്ക് ദുനിയാവ്, ലോകം വെറുക്കപ്പെട്ടതായിട്ട് തോന്നും. ആ ലോകത്ത് നമ്മൾ ഒറ്റപ്പെട്ടവരെ പോലെ തോന്നും. നമ്മുടെ റൂമിൽ നമ്മൾ കൈയും കാലും അനക്കാൻ പറ്റാതെ കിടക്കുന്ന അന്ന് നമ്മൾ അറിയും അള്ളാഹ് തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം 2 കാലുകൊണ്ട് നടന്ന് ഈ ലോകക്കൊന്ന് കാണാൻ പറ്റുക, ഒന്ന് പള്ളിക്ക് പോവുക എന്നതായിരുന്നു ഏറ്റവും വലുതെന്ന് അവർക്ക് ബോധ്യപ്പെടും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ അദ്ദേഹത്തിന്റെ മിമ്പറിൽ കയറി നിന്ന് കരയാൻ തുടങ്ങി. സഹാബാക്കൾ ചോദിച്ചു, അബൂബക്കർ, എന്തിനാ താങ്കൾ കരയുന്നത്? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, കാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ ഇതുപോലെ മിമ്പറിൽ കയറി ഒരു ദിവസം കരഞ്ഞു. സുമ്മ ബക, ആ കരച്ചിലിനിടയിൽ റസൂലുള്ള പറഞ്ഞൊരു വാക്കുണ്ട്, സലുല്ലാഹ അൽ അഫ്വ വൽ ആഫിയ. നിങ്ങൾ അള്ളാഹുവിനോട് വിട്ടുവീഴ്ചയും ആരോഗ്യവും ചോദിച്ചുകൊണ്ടേയിരിക്കണം. ഫഇന്ന അഹദലം യുഗ്തി ബഅദൽ യഖീനി ഖൈറൻ മിനൽ ഗാഫിയ. വിശ്വാസം കഴിഞ്ഞാൽ അള്ളാഹ് ഒരു അടിമക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു സന്തോഷം അല്ലെങ്കിൽ അനുഗ്രഹം അവന്റെ ആരോഗ്യമാ, അവന്റെ ആഫിയത്ത. ആ ആഫിയത്ത് നിലനിൽക്കാനും റബ്ബിനോട് നിങ്ങൾ അത് ചോദിച്ചുകൊണ്ടേയിരിക്കണം. ഇന്ന് ആലോചിച്ചു നോക്കൂ, മാരകമായ ക്യാൻസർ ബാധിച്ച് വേദന കടിച്ചമർത്തി ജീവിക്കുന്ന 10,000 നമ്മൾക്കിടയിലുണ്ട്. ഒരു ചെറിയ പരിശോധനയിൽ അതിന്റെ തുടക്കം അറിയുമ്പോഴേക്കും ജീവിതം പോലും നഷ്ടപ്പെട്ടു പോയ ഒരുപാട് കുടുംബങ്ങളുണ്ട്. ആഴ്ചയിൽ 1-2 തവണ ഡയാലിസിസിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ട കുടുംബാണെങ്കിലോ, ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. നാടിനടുത്തുള്ള ഒരു കുടുംബത്തിൽ പുലർച്ചെ 1:30 മണിക്കാണ് ഇക്റ ഹോസ്പിറ്റലിൽ ഡയാലിസിസിന് സമയം കിട്ടിയത്. അത്രയേറെ രോഗികളുള്ളതിന്റെ പേരിൽ 1:30 എന്ന് ചിന്തിച്ച് 1 ഒരു ദിവസം ഇടവിട്ട് ആ കുടുംബത്തിൽ നിന്ന് 24 കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് ഇക്റ ഹോസ്പിറ്റലിൽ വന്ന് പുലർച്ചെ 1:30 ആ മനുഷ്യന്റെ ഡയാലിസിസ് നടത്തുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അള്ളാഹു നൽകുന്ന ആരോഗ്യത്തിൽ ഒരു ചെറിയ സങ്കടം തന്നാൽ ശരീരം പൂർണ്ണമായി തളർന്നുപോയി ഇപ്പോഴും കിടക്കുന്നവരുണ്ട്. ഈ ലോകം കണ്ടാസ്വദിച്ചു തീരുമ്പോഴേക്കും കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടവരുണ്ട്. പ്രിയപ്പെട്ട ആളുകളുടെ പരിചരണങ്ങൾ പോലും ഇല്ലാതെ വെന്റിലേറ്ററിൽ കിടക്കുന്നവരുണ്ട്. ശരീരത്തിന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി കൊയലുകളിലൂടെ ഇപ്പോഴും ദ്രാവക രൂപത്തിൽ തൊണ്ടക്കെടുത്തൊരു തുള വെച്ച് ഉള്ളിലേക്ക് ഭക്ഷണം ഇറക്കി കൊടുക്കുന്നവരുണ്ട്. വയറ്റിലുള്ള ദഹനത്തിന് ശേഷം ഭക്ഷണം പോകാനുള്ള പ്രയാസത്തിന്റെ പേരിൽ വയറിന്റെ പൊക്കിള് ഭാഗത്ത് ഒരു ചെറിയ ദ്വാരം തുന്നിക്കെട്ടി അവിടെ മറ്റൊരു തരത്തിലുള്ള ഒരു വേസ്റ്റിന്റെ കവർ ഫിറ്റ് ചെയ്ത് ആ കവറിന് ദിവസം 600 രൂപ ചെലവിൽ സങ്കടപ്പെടുന്ന രോഗികളുണ്ട്. അങ്ങനെ പല രംഗത്തും ശരീരത്തിൽ ഒരു ചൊറി വന്നാൽ പോലും ആളുകൾ നമ്മളെ വെറുക്കും. അതുകൊണ്ടാണല്ലോ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് സോറിയാസിസിന്റെ അടയാളങ്ങൾ വരുമ്പോഴേക്കും ആളുകൾ വെറുക്കും. കൂടെ കിടക്കാൻ പെണ്ണു മടിക്കും, പാപ്പാന്റെ അടുത്തേക്ക് വരാൻ മക്കള് മടിക്കും, സ്വന്തം സഹോദരന്റെ കൈപിടിക്കാൻ കുടുംബക്കാര് മടിക്കും. അതുകൊണ്ട് അള്ളാഹുവിന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തി, നിങ്ങൾ റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. വതഹവ്വുലി ആഫിയതിക. അള്ളാഹുവേ, എന്റെ ആരോഗ്യം, എന്റെ ജീവിതത്തിന്റെ ആ ഒരു ഇസ്സത്ത് നീ നിലനിർത്തി തരണേ റബ്ബേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. നമ്മൾ ഓരോരുത്തരും പലപ്പോഴും ശ്രദ്ധിക്കാത്ത കാര്യങ്ങളാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തിലുള്ള ഒരു അനുഭവം സഹാബാക്കൾക്ക് വിശദീകരിച്ചു കൊടുത്തു കഥയായിട്ട്. അള്ളാഹു വെള്ളപ്പാണ്ടുകാരനും കഷണ്ടി ബാധിച്ച കണ്ണു കാണാത്ത 3 പേരുടെ അടുത്തേക്ക് ഒരു മലക്കിനെ പറഞ്ഞയച്ചു.
അവരോട് ചോദ്യം ചോദിച്ചു, എന്താണ് വേണ്ടതെന്ന്. വെള്ളപ്പാണ്ടുകാരൻ പറഞ്ഞു, എന്റെ വെള്ളപ്പാണ്ട് മാറിക്കിട്ടണം. എന്നിട്ട് അദ്ദേഹത്തോട് വീണ്ടും ചോദിച്ചു, നിനക്ക് കൂടെ എന്തു വേണം? എനിക്ക് ഗർഭിണികളായ ഒട്ടകങ്ങളെ കിട്ടണം. അത് റബ്ബ് കൊടുത്തു. രണ്ടാമത്തവൻ കഷണ്ടിയെ പറ്റി സങ്കടം പറഞ്ഞു, അവന് തല നിറച്ചും രോമം കൊടുത്തു. കൂടെ അവന് ഗർഭിണികളായ പശുക്കളെയും കൊടുത്തു. മൂന്നാമത്തെ അന്ധന് അള്ള കാഴ്ചശക്തി കൊടുത്തു, കൂടെ കുറച്ച് ആടുകളെയും കൊടുത്തു. വർഷങ്ങൾക്കപ്പുറം തിരിച്ചു വന്നു നോക്കിയപ്പം അള്ളാഹുവിന്റെ മലക്കുകൾ കണ്ടത് എല്ലാവരും കോടീശ്വരന്മാരായത്. നിറഞ്ഞു നിൽക്കുന്ന ഒട്ടകത്തിന്റെയും അല്ലെങ്കിൽ പശുവിന്റെയും ആടിന്റെയും നിറഞ്ഞു നിൽക്കുന്ന തോട്ടങ്ങളും കൂട്ടങ്ങളും. ഉടനെ വേഷപ്രച്ഛന്നനായി ഒരു ദരിദ്രന്റെ വേഷത്തിൽ വെള്ളപ്പാണ്ടുകാരന്റെ അരികിൽ വന്ന് അള്ളാഹുവിന്റെ മലക്ക് ചോദിച്ചു, സഹോദര, ഞാൻ ക്ഷീണിതനാ, ഒരൊട്ടകത്തിന്റെ പാലൽപ്പം എനിക്ക് തരണം. അയാൾ എടുത്തു ചാടി. എനിക്കതിന് വേറൊരുപാട് കാരണങ്ങൾ അദ്ദേഹം നിരത്തി. അദ്ദേഹത്തിന്റെ ഇനിയും ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങളെ പറ്റി അദ്ദേഹം മുൻപോട്ട് പറഞ്ഞു. ഈ മനുഷ്യൻ തിരിച്ചു ചോദിച്ചു, നിനക്കത് റബ്ബ് തന്നതല്ലേ? അള്ള തന്നതല്ലാത്തതൊന്നും നിന്റെ ജീവിതത്തിൽ ഇല്ലല്ലോ. അതിന് അദ്ദേഹം തിരിച്ചു പറഞ്ഞു, അല്ല, എന്റെ അധ്വാനം കൊണ്ട് എനിക്ക് റബ്ബ് അല്ലെങ്കിൽ അള്ളാന്റെ അനുഗ്രഹമായി 4 or 5 ഒട്ടകങ്ങളെ കിട്ടിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ ഉണ്ടാക്കിയതാ, എന്റെ അധ്വാനം കൊണ്ടുണ്ടാക്കിയതാ. അള്ളാഹുവിന്റെ കൽപ്പന വന്നു മലക്കിനോട്, അവനോട് കളവ് പറയുകയാണെങ്കിൽ എല്ലാം നശിക്കുകയും അവന് വെള്ളപ്പാണ്ട് ഉണ്ടാവുകയും ചെയ്യട്ടെ എന്ന് പറയുക. ആ പറഞ്ഞ സെക്കൻഡിൽ ആദ്യ സമയത്ത് അവൻ എങ്ങനെയായിരുന്നു അതേ അവസ്ഥയിലേക്ക് മാറി. രണ്ടാമത്തെ പശുക്കാരനും മാറി. മൂന്നാമത്തെ ആട്ടിടയൻ ആ മനുഷ്യനോട് പറഞ്ഞു, അള്ള തന്നതേ എന്റെ കയ്യിലുള്ളൂ, എനിക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റാതെ ഇത് പെറ്റുപെരുകുന്നത് പടച്ചോന്റെ ബർക്കത്ത് കൊണ്ടാ, നീ വേണ്ടതെടുത്തോ, എനിക്കെന്റെ കാഴ്ച തന്നെ വലുതാണെന്ന് അയാൾ പറഞ്ഞപ്പം ആ മനുഷ്യനെ ചൂണ്ടി ആ കഥ പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ള ദുനിയാവിൽ തന്നത് അള്ളക്ക് നശിപ്പിക്കാൻ സെക്കൻഡുകൾ മതി. ആ ബോധത്തോടെ ജീവിക്കുന്നവനാണ് ഒരു യഥാർത്ഥ വിശ്വാസി. ആഫിയത്തും ആരോഗ്യവും പടർന്നു പിടിക്കുന്ന പല സൂക്കേടുകളും നമ്മൾ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു കുടുംബത്തിൽ ഒരു ചെറിയ അസുഖം, ഈ പറഞ്ഞതുപോലെ ഒരു നിത്യരോഗി ഉണ്ടായാൽ അതോടെ തീരും ആ കുടുംബത്തിന്റെ സമാധാനം. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഹോസ്പിറ്റലിൽ പോകേണ്ട കേസുള്ള കുടുംബമാണെങ്കിൽ അതോടെ തീരും നമ്മളെ സന്തോഷവും സമാധാനങ്ങളും ഒക്കെ. ഇതൊക്കെ ഇല്ലാതെ പടച്ചോൻ കൊണ്ടടക്കുന്നത് അള്ള നമ്മൾ ആദരിക്കുന്നത് കൊണ്ടാ, അള്ളാഹ്ക്ക് ഒരുപാട് നമ്മൾ ഇഷ്ടമുള്ളത് കൊണ്ടാ. പടച്ചോൻ എന്ത് തന്നിലാന്ന് ചിന്തിക്കുന്നതിന്റെ മുൻപ് അള്ള തന്നതൊക്കെ ഇപ്പോഴും ഞാൻ അനുഭവിക്കുന്നുണ്ടല്ലോ എന്ന സന്തോഷത്തോടെ അത് നീങ്ങിപ്പോകാതിരിക്കാൻ റബ്ബിനോട് പ്രാർത്ഥിച്ചു മുന്നേറുന്ന ഒരു നല്ല മനസ്സിന്റെ ഉടമയാണെങ്കിൽ മാത്രമേ ജീവിക്കുന്ന ഓരോ സെക്കൻഡും നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റൂ. അല്ലാത്തവരോടും മനസ്സറിഞ്ഞ് റബ്ബ് തന്നതിനെ തൃപ്തിപ്പെടാതെ ആർത്തുപിടിച്ചവരോടും അവർക്ക് അള്ള എന്ത് കൊടുത്താലും മതിയാവൂല. അവസാനം സമ്പാദിച്ച സമ്പത്തുകൾ മുഴുവനും ആഫിയത്തിന്റെ നഷ്ടം കൊണ്ട് ഹോസ്പിറ്റലിൽ കൊടുക്കുമ്പോഴേ ജീവിക്കാൻ മറന്നോയവര്, സന്തോഷിക്കാൻ മറന്നോയവര്, ഒന്ന് സമാധാനത്തോടെ മക്കളെയും ഭാര്യന്റെയും കൂടെ ഒരു പിടി ഭക്ഷണം കഴിക്കാൻ പോലും നേരം കിട്ടാത്തവര് മുഴുവനും ഹോസ്പിറ്റലിൽ കൊടുക്കുമ്പോഴേ അവർക്ക് ജീവിതത്തിന്റെ മഹത്വം അറിയൂ. ആ കൂട്ടരിൽ പെട്ടുപോകാതിരിക്കാൻ റബ്ബിനോട് പ്രാർത്ഥിക്കുക, ജീവിതത്തെ ചിട്ടപ്പെടുത്തുക. അങ്ങനെയുള്ള യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.